ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി ഷോർട്സ് വീഡിയോ എടുത്തതുകൊണ്ട് ആ ഒരു സൈസിലോട്ടായി കേട്ടോ. അത് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് യൂട്യൂബ് സൈസിലോട്ടായപ്പോൾ അത് ഈ കോലത്തിലായി ഗൈസ്. എങ്കിലും സാരമില്ല, നമുക്ക് എന്തായാലും വീഡിയോ ഇടണമല്ലോ. അപ്പോൾ രണ്ടും രണ്ടായിട്ട് എടുക്കണം എന്ന് ഓർത്തതായിരുന്നു കേട്ടോ. പിന്നെ അതെനിക്കത് സാധിച്ചില്ല. ഒറ്റ ട്രിപ്പിന് അങ്ങ് എല്ലാം കൂടെ ചേർത്തങ്ങ് എടുത്തു. അപ്പോൾ ദേ ആദ്യം തന്നെ പെണ്ണിൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. രാവിലെ തന്നെ പുസ്തകം കൊണ്ടുപോകുന്നില്ല, ബുക്ക് മാത്രമാണ് കേട്ടോ അവൾക്ക് കൊടുത്തു വിടുന്നുള്ളൂ. അവൾ ഒരു വട്ടം ഞാൻ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു വിട്ടപ്പോൾ അവൾ അതിൻ്റെ അറ്റം കീറിക്കൊണ്ട് വന്നു. അതുകൊണ്ട് പിന്നെ ഞാനത് കൊടുത്തു വിട്ടില്ല കേട്ടോ. പിന്നെ ഹോംവർക്കൊക്കെ അവൾ തലേദിവസം തന്നെ എഴുതി വെച്ചായിരുന്നേ. പിന്നെ ഞാൻ രാവിലെ എല്ലാം കൂടെ ഒന്നും കൂടെ സെറ്റാക്കി ഞാൻ അടുക്കി കൊടുക്കുന്നുണ്ടേ. അപ്പം എന്നാ പറയുന്നത്, ഇവർക്ക് UKG എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനും എഴുതാനും ഉണ്ട് കേട്ടോ. ഹെവി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പിന്നെ ഇതേ പെൻസിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാണേ. പെൻസിലൊക്കെ ഒരു 2-3 ഷാർപ്പ് ചെയ്ത് കൊടുത്തു വിടണം കേട്ടോ. പിന്നെ ഇതേ അവൾക്ക് കൊടുത്തു വിടുന്നതേ സ്നാക്സായിട്ട് ഈന്തപ്പഴവും മിച്ചറുമാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ഇവൾ ചോറ് സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അത് 2 വർഷമായിട്ട് സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. ഇവൾക്ക് എപ്പോഴെന്ന് പറഞ്ഞ പോലെ ഞാൻ കറിയും സ്നാക്സും എല്ലാം കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ അത് കാണിച്ചില്ലല്ലോ, വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തപ്പോഴത്തേനും ഞാൻ ഒന്നും കൂടെ ഇത് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇത് ഇത്രയൊക്കെയാണ് കൊടുത്തു വിടുന്നത്. എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ. നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ വീഡിയോസിനും പിന്നിലും നല്ല നല്ല കഷ്ടപ്പാടുകളുണ്ട്. നല്ല നല്ല കഷ്ടപ്പാടുകൾ എന്നല്ല, വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. പിന്നെ ഇതേ അവൾ ഇതേ ഹൈദി കാണുവാണേ. അത് എപ്പോഴെന്ന് പറഞ്ഞ പോലെ കാണും കേട്ടോ. കാർട്ടൂൺ കുറേ ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ ഇതേ ഒരുക്കി അവളെ സ്കൂളിൽ വിടാൻ വേണ്ടി ഇരുത്തിയേ. അവൾ ഹൈദി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാനാണെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിരിക്കും കേട്ടോ. അവളിത് കാർട്ടൂൺ കണ്ട് കണ്ട് കാർട്ടൂണിലെ എല്ലാ കഥാപാത്രങ്ങളെയും എനിക്ക് കാണാതെ അറിയാം കേട്ടോ. അവളെ കയറ്റി വിടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ട് എന്നാ അയ്യോ, ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ടേ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് ക്യാമറ വെച്ചിട്ട് ട്രൈപോഡ് അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. കറക്റ്റ് വണ്ടി വന്നപ്പോഴത്തേനും ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. നേരെ വിട്ടിടിച്ച് ഇറങ്ങിപ്പോയി. അവളെ കയറ്റി വിട്ടിട്ട് വന്ന് നോക്കിയപ്പോൾ ക്യാമറ ഓണല്ലായിരുന്നു. എങ്ങനെയുണ്ട്? പിന്നെ അവളെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ മെയിൻ പരിപാടി പാത്രം തേക്കൽ തുടങ്ങി കേട്ടോ. ഇഷ്ടം പോലെ പാത്രമുണ്ട്. എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രം തേക്കിച്ചും തുണികളൊക്കെ ചെയ്യും. അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ എന്ന് പറഞ്ഞാലും പാത്രം തേക്കാൻ ഇഷ്ടം പോലെ കാണും കേട്ടോ. ചായ കുടിക്കുന്നത് തൊട്ട് ഉണ്ടാക്കുന്നത് തൊട്ട് കറി വെക്കുന്നത് തൊട്ട് എല്ലാം കാണുവേ. അപ്പോൾ നമ്മുടെ പാത്രം തേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം തൂത്ത് തുടയ്ക്കാൻ പോകുന്ന സമയത്തെല്ലാം എടുത്ത് കഴുകി പെറുക്കി ഞാൻ തൂത്ത് വെക്കാറുണ്ട്, വൃത്തിയാക്കി വെക്കാൻ. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കണ്ടീഷൻ ആയിരിക്കത്തില്ലല്ലോ. പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്യായ്കളൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടിട്ട് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ കുറവാണ് കേട്ടോ. എന്നാലും പറ്റുന്ന സമയത്തെല്ലാം വൃത്തിക്കും മെനക്കൊക്കെ ഇടാൻ തന്നെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീടല്ലല്ലോ, വാടക വീടല്ലേ. അപ്പോൾ പിന്നെ അത് വൃത്തിക്കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെയല്ലേ പിന്നീട് ഭാരമായിട്ട് വരുന്നത്. അതുകൊണ്ട് പിന്നെ എല്ലാം ഞാൻ അപ്പം തന്നെ വൃത്തിയാക്കി ഇടാറുണ്ട്. പിന്നെ അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അടുക്കളയിലും കൂടെ ക്ലീൻ ചെയ്യുവാണേ. ഞാനൊരു ട്രിപ്പ് ക്ലീൻ ചെയ്തതായിരുന്നു. പിന്നെ ചേട്ടായി ചോറൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേന് ചോറിൻ്റെ വറ്റൊക്കെ അവിടെ വീണേ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ തൂക്കുന്നുണ്ട് കേട്ടോ.